കിസ് ഓഫ് ലോ പ്രവർത്തകരെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് പ്രതികരണമെത്തിയത്. സംഘാടക സമിതിയിലെ 11 പേരെ കൂടാതെ ഏതാനും ചിലരുടെ സഹായം മാത്രമാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫേസ്ബുക്കിലൂടെ ഇവർക്ക് പിന്തുണ അറിയിക്കുകയായിരുന്നു. പരസ്യചുംബന കൂട്ടായ്മയിൽ അംഗമായി ചേരാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരുന്നു. രാഹുൽ പശുപാലന്റെ ഭാര്യ രശ്മി ആർ നായർ സദാചാര പോലീസിനെതിരെ തിരിഞ്ഞതിന് പിന്നിൽ സ്വന്തം ജീവിതാനുഭവം തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പത്തനാപുരത്ത്, എൻ്റെ നാട്ടിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് നടക്കുന്നത്. ഒരു 2 ദിവസമായിട്ട് വണ്ടികൾ നമ്മൾ വന്നു പോകുന്നുണ്ട്, കുറച്ച് അധികം ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പാക്കപ്പ് ചെയ്യുന്ന എൻ്റെ അന്ന് രാത്രി വൈകിട്ട് 7 മണിയായപ്പോൾ ഒരു പോലീസ് ജീപ്പ്, അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി ഉണ്ട്, ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. പുള്ളി ഇറങ്ങി ചെന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞ സാറേ, ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഇതുപോലെ ഷൂട്ട് ചെയ്യുമായിരുന്നു, 2 ദിവസത്തെയായിരുന്നു, ഇന്ന് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചോദിച്ചു, ആരൊക്കെ ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. സീരിയൽ നടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പോഴത്തേക്ക് എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാട്ടുകാർ, അവിടെ ഒരു ജംഗ്ഷനാണ്, എൻ്റെ വീട് നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഞങ്ങളുടെ നാട്ടിലെ കുറേ ആൾക്കാർ നല്ല പോലെ കൂടിയിട്ട് പിന്നെ പോലീസല്ല ഇവരാണ് ഞങ്ങളെ തെറി വിളിക്കുന്നതും ഭയങ്കരമായിട്ട് കയറി ചൂടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അപ്പോൾ അവിടുത്തെ SI, അവിടുത്തെ സാറ് പറയുന്നത്, നീയൊക്കെ ഇത് ചെയ്താൽ ഈ നാട്ടുകാർ കയറി നിന്നെ നിരങ്ങോടാന്നാണ്. ആ പോലീസ് തന്നെ പറയുന്ന കാര്യമാണ് ഞങ്ങളോട്. അപ്പോൾ അന്നേ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടായപ്പോഴേ പറഞ്ഞു, ഇങ്ങനൊരു ഇതിനെതിരെ ഇറങ്ങണമെന്ന് അന്നേ തോന്നിയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഫേസ്ബുക്കിലൂടെ പുതിയ ആശയങ്ങൾ പങ്കുവച്ചു. ഒരു ഭാഗത്ത് ഇവർക്ക് പിന്തുണയേകുമ്പോൾ മറുഭാഗത്ത് അസ്വസ്ഥത വർദ്ധിച്ചും വന്നു. പരസ്യചുംബനത്തിന് ഇപ്പോൾ അംഗീകാരം നൽകിയാൽ പരസ്യവേഴ്ചകൾക്കും അനുമതി നൽകേണ്ടി വരുമെന്ന് എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടി. ഒരു വശത്ത് സദാചാര പോലീസ്, മറുവശത്ത് സദാചാര അരാജകത്വം. ചുംബിക്കുന്നതിനാണോ ഇവിടെ ആരെങ്കിലും എതിർ? ആരും ചുംബിക്കുന്നതിനെ എതിർക്കുന്നതല്ല. പക്ഷേ ആ ചുംബനം പൊതു സ്പേസിൽ വെച്ചാവുമ്പോൾ, പബ്ലിക് സ്പേസിൽ വെച്ചാവുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് ധാരാളം ഉണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം നിൻ്റെ മൂക്കിന് തുമ്പിൻ വരെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ എല്ലാ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ഇന്ത്യയിലും ലോകത്തൊരു രാജ്യത്തും സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് അല്ല. എൻ്റെ ശരീരത്തിന് മേളിൽ പോലും എനിക്ക് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഫ്രീഡം ഇല്ല. കാരണം എനിക്ക് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യാനുള്ള അവകാശമില്ല, ആത്മഹത്യ ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ മനുഷ്യൻ്റെ നന്മയ്ക്ക്, പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കൊക്കെയാണ് നിയമങ്ങളും ചട്ടക്കൂടുകളും പാരമ്പര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അവ കാലാന്തരത്തിൽ വികാസ പരിണാമങ്ങൾക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് ഇത്തരം പബ്ലിക് പ്ലേസുള്ള ചുംബനമെന്ന പ്രതിഷേധം അരോചകമായി തോന്നിയാൽ അതിനവരെ കുറ്റം പറയാൻ കഴിയുമോ? അനുകൂലമായും പ്രതികൂലമായും ആളുകൾ പ്രതികരിച്ചു. ഫേസ്ബുക്കിൽ ചർച്ച ഇവയെ ചുറ്റിപ്പറ്റിയായിരുന്നു. SDPI, SYS, ശിവസേന, ബജ്രംഗദൾ പ്രവർത്തകർ പരസ്യചുംബനത്തിനെതിരെ നിരത്തിലിറങ്ങുമെന്ന് പ്രതികരിച്ചു. നവംബർ 2-ന് മറൈൻ ഡ്രൈവിൽ നടത്തുന്ന പരസ്യചുംബനം തടയുമെന്ന് പല സംഘടനകളും പ്രഖ്യാപിച്ചു. പരസ്യചുംബനം തടയണമെന്നാവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. അനുമതി നൽകിയിട്ടില്ലെന്നും സമരക്കാരെത്തിയാൽ സംരക്ഷണം നൽകുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചതോടെ ഹർജി തീർപ്പാക്കി. പരസ്യചുംബനത്തിനെതിരെ വായ്മൂടിക്കെട്ടിയ KSU വനിതാ കൂട്ടായ്മ പ്രകടനം നടത്തി. പരസ്പരം പോരടിക്കുന്ന സംഘടനകളും പരസ്യചുംബനത്തിനെതിരെ ഒറ്റക്കെട്ടായി. കണ്ടതവിടെ ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷികളുടെ ഒരു ലയന സമ്മേളനമാണ്. ശിവസേന, SDPI, ബജ്രംഗദൾ, അങ്ങനെയുള്ള ഒരു സംഘടനകളുടെ ഒരു ലയന സമ്മേളനമായിരുന്നു മറൈൻ ഡ്രൈവിൽ നടന്നത്. ഒരേ സ്വരത്തിൽ അവർ കുറുവടിയും കമ്പിയും പെപ്പർ സ്പ്രേയുമായി അത് വഴിപോക്കരായ ജനങ്ങളെ അധികം ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് അവിടെ കണ്ടത്. നവംബർ 1-ന് കിസ് ഓഫ് ലവ് പ്രവർത്തകരും ACP നിശാന്തിനി ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. എതിർപ്പിന് ശക്തി കൂടുമെന്നതിനാൽ മറൈൻ ഡ്രൈവിലെ ഹൈവേയിൽ ഒത്തുകൂടരുതെന്നും 2 പേർ വീതം കടക്കാൻ ശ്രമിക്കരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച വാട്സപ്പ്, ഫേസ്ബുക്ക് മെസ്സേജ് വഴി സംഘാംഗങ്ങൾ സന്ദേശം കൈമാറി. എത്ര എതിർപ്പുണ്ടായാലും നവംബർ 2 5 മണിക്ക് മുമ്പായി ചുംബന സമരം നടത്തുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഏറ്റവും അടുത്ത പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തി പുതിയ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി കൂടി ആരംഭിച്ചു. മറൈൻ ഡ്രൈവിൽ സമരം നടത്താനായില്ലെങ്കിൽ വേദി മാറ്റിയാണെങ്കിലും പരസ്യചുംബനം നടത്തണമെന്ന് തീരുമാനമായി. A, B, C, D പ്ലാനുകൾ തയ്യാറായി. മറൈൻ ഡ്രൈവ്, ലോ കോളേജിന് മുൻവശം, ദർബാർ ഹാൾ, ലുലു മാൾ എന്നിങ്ങനെയാണ് വേദികൾ ആലോചിച്ചത്. ലോ കോളേജിന് മുന്നിൽ ഐക്യദാർഢ്യവുമായി മട്ടാഞ്ചേരിയിൽ നിന്നുള്ള SFI, DYFI പ്രവർത്തകർ എത്തുമെന്ന് അറിയിച്ചതോടെ B പ്ലാനായ ലോ കോളേജ് ഉറപ്പിച്ചു.
തൃക്കാക്കരയിൽ നിന്നും രാഹുലിന്റെ കാറിൽ അടുത്ത പ്രവർത്തകർ കടവന്ത്രയിലെത്തി. ഇവിടെ നിന്നും മറ്റു പ്രവർത്തകർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൽ പോലീസ് പലതവണ ലാത്തി വീശി. 5000 പേരുടെ മുന്നിൽ 1000-ൽ താഴെ പോലീസ് നിസ്സഹായരായി. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ചെറിയ ഇടവേള.